ഇഷ്ടമില്ലാത്തവർ വേണോട്ടോ ഇത് ആദ്യം സേവ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ചൂടായ വെള്ളത്തിലേക്ക് 2 കപ്പ് സോയാ ബോൾ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു 3 മിനിറ്റ് തിളപ്പിച്ച് തീ ഓഫ് ചെയ്ത് ഇതിന് കോരി മാറ്റി തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് കൈ വെച്ച് നന്നായി പിഴിഞ്ഞ് മാറ്റി വെക്കാം. കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണേ. അപ്പോൾ പിഴിഞ്ഞെടുത്ത സോയാ ബോളിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചെടുത്തത്, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്ത് കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. ശേഷം ചൂടായ എണ്ണയിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ബോൾസ് ഇട്ട് കൊടുത്ത് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് നെടുവേ കയറിയ 3-4 പച്ചമുളകും തോലോടുകൂടി ചതച്ചെടുത്ത 5-6 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മൊരിച്ച് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് പൊരിച്ചു കോരി എടുത്താൽ നല്ല അടിപൊളി സോയ ഡ്രൈ ഫ്രൈ റെഡി. ഈ തണുപ്പത്തൊരു കട്ടനൊക്കെ വെച്ച് ഇതും കുറച്ച് ഇരിക്കാനുണ്ടല്ലോ, അടിപൊളിയാ. അപ്പോൾ എങ്ങനെയാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.